ഹേ ഗായ്സ്, അപ്പൊ മൊറോക്കൻ ലവ് സ്റ്റോറിയിലെ ബാക്കി ട്വിസ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്. പുള്ളി നമ്മളൊന്ന് സഹായിച്ചിട്ട് നമുക്ക് നന്ദിയുടെ ഒരു വാക്ക് പറയേണ്ട ഒരു ചുമതല ഉണ്ടല്ലോ. അങ്ങനെ ആദ്യം നന്ദി പറയാൻ ഞാൻ തന്നെ പോയി. പുള്ളി ഞാനൊക്കെ അന്ന് ഒരേ വഞ്ചിയിലിരുന്ന് തുഴഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. ഏത് ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിൽ ഞാൻ ആദ്യം താങ്കി പറഞ്ഞു. പുള്ളി എനിക്ക് കൈ കാണിച്ചു. ഞാൻ വിചാരിച്ച് വെൽക്കം പറയുന്ന രീതിയായിരിക്കും ഷെയ്ക്കാൻ്റെ വിചാരിച്ച് കൈ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എന്നെ വലിച്ച് റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി. ഉള്ളത് അറിയാലോ, റൂമിന്റെ അകത്ത് എത്തണവരെ ഞാൻ ഇങ്ങനെ വായ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഉദ്ദേശിച്ച വായ നോട്ടല്ലോ കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒടിഞ്ഞ പല്ല് ഞാൻ കണ്ടു. ഇതെങ്ങനെയാണോ എന്നാൽ ഈ പ്രായത്തിൽ പല്ലൊടിഞ്ഞ ഇനി അത് മുമ്പേ ഒടിഞ്ഞ പല്ലാണോ ഇതൊക്കെയായിട്ട് ഞാൻ ചിന്തിച്ചേ. ഉള്ളത് പറഞ്ഞ് ഞാനന്ന് എന്ത് പോങ്ങാന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാട്ടോ. റൂമിന്റെ അകത്ത് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ലവന്റെ ഉദ്ദേശം അതല്ല പിള്ളേച്ചാന്ന് മനസ്സിലായത്. ആ സമയത്ത് നോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടി. എനിക്കത് പറയുമ്പോ ഇന്നും ചിരി വരും. റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയതിനേക്കാളും പല്ലൊടിഞ്ഞ വിശേഷം പറയാനായിട്ട് ഞാൻ പിള്ളേരെ അടുത്ത് ചെന്ന ഗ്യാപ്പില് നമ്മുടെ അടുത്ത ചങ്ക് നന്ദി പറയാൻ പോയിട്ടോ. അവളെ ഇതുപോലെ തന്നെ വിളിച്ചോണ്ട് പോയി. കഥ പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയിൽ ഇവള് കരഞ്ഞോണ്ട് കയറി വന്നു. സംഭവം സെയിം തന്നെ. ഇവള് ഇറങ്ങി ഓടി. ഇവളും കൂടി വന്നു കഴിഞ്ഞപ്പോഴാട്ടെ എനിക്ക് മനസ്സിലായത് ചേട്ടൻ വെൽക്കം പറയാനല്ല ഉദ്ദേശം എന്നുള്ളത്. അപ്പൊ ഓക്കെ ബൈ.